കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച പദ്ധതിയാണ് വിഴിഞ്ഞം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് 2024 സുപ്രധാന വർഷമായിരുന്നു. ട്രയൽ റൺ ആരംഭിച്ച് ആദ്യ കപ്പലിനെ ആഘോഷത്തോടെയാണ് കേരളം വരവേറ്റത്. വാണിജ്യ അടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വിഴിഞ്ഞം പദ്ധതി വഴി സർക്കാരിന് നേട്ടങ്ങൾ ഏറെയാണ്. കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതിൽ ഏറെയും. വിഴിഞ്ഞം പദ്ധതിയുടെ അനന്ത സാധ്യതകളെ വിലയിരുത്തുന്നതിന് വേണ്ടി വിഴിഞ്ഞം കോൺക്ലേവ് 2025 നടത്താനും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന് അകത്തും പുറത്തും നിന്നുമുള്ള 300-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കോൺക്ലേവിൽ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികളുടെ പങ്കാളിത്തവും സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ സഹകരണത്തോടെ KSIDC, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നിവ ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും. ട്രയൽ റണ്ണിന് ശേഷം അന്താരാഷ്ട്ര തുറമുഖമായി പ്രവർത്തനം ആരംഭിച്ചതോടെ അതിവേഗത്തിലാണ് വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം നടക്കുന്നത്. ഒരേ സമയം 3 കപ്പലുകളിൽ നിന്നും ചരക്ക് നീക്കം നടത്തി പോർട്ട് കൂടുതൽ വേഗത കൈവരിച്ചിരിക്കുകയാണിപ്പോൾ. ശനിയാഴ്ച പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിന്റെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെ എത്തി ചരക്ക് നീക്കം നടത്തി മടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് MSCയുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് അടുത്തത്. കഴിഞ്ഞ 2 മാസം മുമ്പ് 2 കപ്പലുകളെ ഒരേ സമയം അടുപ്പിച്ച് ചരക്ക് നീക്കവും നടത്തിയിരുന്നു. ജൂലൈ 11-ന് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ എത്തിയതോടെയാണ് തുറമുഖ ട്രയൽ റൺ ആരംഭിച്ചത്. കഴിഞ്ഞ ഡിസംബർ 3 മുതൽ കൊമേഴ്സ്യൽ തുറമുഖമായി പ്രവർത്തനം തുടരുന്ന വിഴിഞ്ഞത്ത് 110ഓളം കപ്പലുകൾ വന്നു കഴിഞ്ഞു. ഇതിൽ ഭൂരിഭാഗവും MSCയുടെ കപ്പലുകളായിരുന്നു. 2028-ൽ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ കണ്ടെയ്നർ കൈകാര്യശേഷി വർഷം 30 ലക്ഷമാവുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വൻതോതിലുള്ള ചരക്ക് മാറ്റം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതയും അനന്തമാണ്. വിഴിഞ്ഞം കുതിക്കുന്നതിലൂടെ നിരവധി പേർക്കാണ് തൊഴിലവസരം ലഭിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് ലഭിച്ചിരുന്നു. ഇതറിയിച്ചത് മന്ത്രി VN വാസവനായിരുന്നു. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത INTRV01 എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് നൽകിയിരുന്നത്. ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത INNYY1 എന്നതായിരുന്നു ആദ്യം ലഭിച്ച ലൊക്കേഷൻ കോഡ്. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 5 പ്രാദേശിക കമ്മീഷനുകളിലൊന്നായ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശം വച്ചതിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത്. രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ ലൊക്കേഷൻ കോഡ് TRV എന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് അതിന് അപേക്ഷ നൽകുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി. പുതിയ കോഡിന് UNECE അംഗീകാരം നൽകിയെന്നും നാവിഗേഷൻ, ഷിപ്പിംഗ് ഇതിനെല്ലാം ഇനി INTRV01 ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക എന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഏതായാലും വിഴിഞ്ഞം കുതിക്കുകയാണ്, ഒപ്പം കേരളവും.